ഹലോ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പം നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലാണ്. നമ്മുടെ ഗ്രാഫിൻ എന്നുള്ളത് ഫസ്റ്റ് മൊഡ്യൂളാണ്, മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഗ്രാഫ്. സോ ഇപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, നമ്മുടെ ഡെഫിനിഷൻ, ഗ്രാഫ് എന്നുള്ളതിൻ്റെ ബേസിക് ഡെഫിനിഷനിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. എ ഗ്രാഫ് ജി ഇസ് എ സെറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് വി ആൻഡ് ഇ. വി എന്നുള്ളതും ഇ എന്നുള്ളതും ഓരോ സെറ്റുകളാണ് കേട്ടോ. വി ഒരു സെറ്റാണ്, ഇ ഒരു സെറ്റാണ്. ഓക്കെ, വി എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെർട്ടീസസ് ഓർ നോഡ്സ് ആണ്. വെർട്ടീസസ് അല്ലെങ്കിൽ നോഡ്സ് ആയിട്ടാണ് വരുന്നത്. ഇയും ഒരു സെറ്റാണ്, ഇത് സെറ്റ് ഓഫ് എഡ്ജസ് ആണ്. ഈച്ച് എഡ്ജ് ഹാസ് എയ്തർ 1 or 2 വെർട്ടീസസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് called its endpoints. An edge is set to connect it endpoints. അതായത് ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ്, ഒരു എക്സാമ്പിൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇതാ ഒരു വെർട്ടെക്സ് ആണ്, ഇതടുത്തൊരു വെർട്ടെക്സ് ആണ്, ഇതടുത്തൊരു വെർട്ടെക്സ് ആണ്, ഇതടുത്തൊരു വെർട്ടെക്സ് ആണ്. സോ നമുക്കിതിന് പേര് കൊടുക്കാം എ, ബി, സി ആൻഡ് ഡി. ഇനിയിപ്പോൾ നമ്മൾ എഡ്ജുകൾ വരയ്ക്കുകയാണ്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു എഡ്ജ് കണക്ട് ചെയ്യുന്നു. എ ബി ഒരു എഡ്ജാണ്, എ ടു സി ഒരു എഡ്ജാണ്, സി ടു ഡി ഒരു എഡ്ജാണ്, സി ടു ബി, ഇതൊക്കെ ഓരോ എഡ്ജസ് ആണ്. ഓക്കെ, നോക്കിയേ. അപ്പം നമ്മൾ ഓൾറെഡി കണ്ടു, എയും ബിയും സിയും ഡിയും വെർട്ടെക്സുകളാണ്. നമുക്ക് എഡ്ജുകളും കിട്ടി. ഇനി നമ്മൾ ഗ്രാഫിന് രണ്ട് രീതിയിലുണ്ട്, ഇൻഫൈനൈറ്റ് ഗ്രാഫും ഫൈനൈറ്റ് ഗ്രാഫും. ഇൻഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടെക്സ് സെറ്റ്, നോക്കിയേ, നമ്മുടെ വെർട്ടെക്സ് സെറ്റ് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ആ ഗ്രാഫിനെ ഇൻഫൈനൈറ്റ് ഗ്രാഫ് എന്നും, അതർവൈസ് അതായത് വെർട്ടെക്സ് സെറ്റ് ഫൈനൈറ്റ് ആണ് എങ്കിൽ നമ്മുടെ ഗ്രാഫിനെ ഫൈനൈറ്റ് ഗ്രാഫ് എന്നായിരിക്കും വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫൈനൈറ്റ് പറയുമ്പോൾ കുറച്ചുകൂടി സ്പെസിഫിക്കലി പറയാൻ പറ്റും. എ ഗ്രാഫ് വിത്ത് ഫൈനൈറ്റ് വെർട്ടെക്സ് സെറ്റ് ആൻഡ് ഫൈനൈറ്റ് എഡ്ജ് സെറ്റ് ഈസ് കോൾഡ് ഫൈനൈറ്റ് ഗ്രാഫ്. ഇൻഫൈനൈറ്റ് ആകുമ്പോഴോ, ഇപ്പം വെർട്ടെക്സോ എഡ്ജ് ഏതിൽ ഒരെണ്ണം ഇൻഫൈനൈറ്റ് ആയാൽ ഗ്രാഫ് ഇൻഫൈനൈറ്റ് ആകും. ഫൈനൈറ്റ് ആകാൻ രണ്ടും ഫൈനൈറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ്. ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ എഴുതുന്നത്, എങ്ങനെയാണ്, ഒരു ഓൾഡ് പെയർ വി ഇ എന്നുള്ള ഓൾഡ് പെയറായിട്ടാണ് എഴുതുക. വി ഒരു സെറ്റാണ്, ഈ ഒരു സെറ്റാണ്. സോ നമുക്ക് ഈ ഗ്രാഫിന് ജസ്റ്റ് G1 എന്നൊരു ഗ്രാഫ് എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നോട്ട്സ് അല്ലെങ്കിൽ ഡോട്ട്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ വെർട്ടെക്സുകളെ കാണിക്കുന്നത്. ലൈൻ സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ കർവുകൾ പോലെ ഇങ്ങനത്തെ ഷേപ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എഡ്ജസിനെ കാണിക്കുന്നത്. എ ഗ്രാഫ് ഇൻ വിച്ച് ഈച്ച് എഡ്ജ് കണക്ട്സ് ടു ഡിഫറെൻറ്റ് വെർട്ടീസസ് ആൻഡ് വെയർ നോ ടു എഡ്ജസ് കണക്ട് the same pair of vertices is a simple graph. സിമ്പിൾ ഗ്രാഫ്, അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പത്തെ ഗ്രാഫ് ഉണ്ട് G1. അപ്പോൾ നമുക്ക് അതൊരു ഗ്രാഫോടെ കാണാം. എ ബി ആൻഡ് ജസ്റ്റ് സി മൂന്ന് എടുക്കുകയാണ്. എ ബി ആൻഡ് സി, ഇതൊരു സിമ്പിൾ ഗ്രാഫാണ്. ഇതൊരു എക്സാമ്പിളാണ്, സിമ്പിൾ ഗ്രാഫിനുള്ള ഒരു എക്സാമ്പിളാണിത്. ഇനി സിമ്പിൾ ഗ്രാഫ് അല്ലാതെ വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഗ്രാഫ് എടുക്കുവാണ്. എയും ബി എന്നുള്ള രണ്ട് പോയിന്റ്സ് മാത്രമേ നോക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു സിയും കൂടെ കൊടുത്തേക്കാം. ഈ ബിയിൽ നിന്ന് സിയിലേക്ക് രണ്ട് എഡ്ജ് വന്നു, അല്ലെങ്കിൽ എയിൽ നിന്ന് എയിലേക്ക് തന്നെ വേറെ എഡ്ജ് വന്നു. ഇത് സിമ്പിൾ അല്ല, നോട്ട് സിമ്പിൾ. ബട്ട് ഇതൊരു സിമ്പിൾ ഗ്രാഫാണ്. ഇതാണ് ഗ്രാഫ് സിമ്പിളാണ് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത്. അതായത് ഓരോ വെർട്ടെക്സിനും ഇടയ്ക്ക് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓരോ എഡ്ജസുകളെ വരുന്നുള്ളൂ. നെക്സ്റ്റ് കണ്ടീഷനാണ് മൾട്ടിപ്പിൾ എഡ്ജസ്. ഇപ്പം നമ്മൾ ഇവിടെ ഗ്രാഫിൽ ഓൾറെഡി കണ്ടു, ഇവിടെ ബി ആൻഡ് സി എന്നെടുത്തു. ഈ ബിക്കും സിക്കും ഇടയ്ക്ക് രണ്ട് എഡ്ജസ്, ഇതാണ് മൾട്ടിപ്പിൾ എഡ്ജ് എന്ന് പറഞ്ഞത്. ഗ്രാഫ് ദാറ്റ് മേ ഹാവ് മൾട്ടിപ്പിൾ എഡ്ജസ്, അതായത് സെയിം എൻഡ് വെർട്ടീസസ് വരുന്ന എഡ്ജസ് കണക്റ്റിംഗ് ദ സെയിം വെർട്ടീസസ് ആർ കോൾഡ് മൾട്ടിഗ്രാഫ്സ്. ഇനി ഗ്രാഫിന് പറയുന്ന പേരാണ് മൾട്ടിഗ്രാഫ്സ്. വെൻ there are m different edges associated to the same unordered pair of vertices u and v. We also say that uv is an edge of multiplicity m. That is, we can think of the set of edges as m different copies of an edge uv. ഇനിയിപ്പം നമ്മൾ ഈ യു വി എന്നൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, സെറ്റ് യു വി, ഇതെന്താണെന്നായിരിക്കും ആലോചിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ സി ബി എന്നുള്ള
ഈ ഒരു എഡ്ജിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഫോമിലാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു മൾട്ടി ഗ്രാഫിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടായിരുന്നു. ഇതുണ്ടോ, മോർ ദാൻ 1 or 2 or 3 എഡ്ജസ് ഒക്കെ വരാൻ പ്രശ്നമൊന്നുമില്ല. ഇത് എ, ഇത് ബി, ഇത് സി ആണെന്ന് വെക്കുക. നോക്കി, സി ബിയിൽ നമുക്ക് 1 2 3 എഡ്ജസ് വന്നു. ഈ 3 എന്നുള്ളതാണ് നമ്മുടെ എം ആയിട്ട് വരുന്നത്, മൾട്ടിപ്പിൾ സെറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. Edge that connect a vertex to itself. Such edges are called loops. And sometimes we may have even more than one loop at a vertex. Graphs that may include loops and multiple edges are sometimes called pseudographs. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ നോഡ് സിമ്പിൾ എന്നൊരു കേസ് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇപ്പം എ ബി സി ഡി എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഗ്രാഫുണ്ട്. ഈ ഗ്രാഫിൽ നമുക്ക് ഇങ്ങനെ എഡ്ജസ് ഉണ്ടെന്ന് വെക്കുക. ഇത് നമുക്ക് നോക്കി, ഈ എക്ക് അതിന് 2 ലൂപ്പ് കൊടുത്തു, പോസിബിളാണ്. ഈ സി ബിക്ക് നമ്മളത് അടുത്തൊരു മൾട്ടിപ്പിൾ എഡ്ജ് കൊടുത്തു. ഈ ഗ്രാഫിനാണ് നമ്മൾ സ്യൂഡോഗ്രാഫ് എന്ന് വിളിക്കുന്നത്. മൾട്ടിപ്പിൾ എഡ്ജസും ലൂപ്സും ഉള്ള ഗ്രാഫിനെയാണ് സ്യൂഡോഗ്രാഫ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡയറക്റ്റഡ് ഗ്രാഫ് ഓർ ഡയഗ്രാഫ്. ഡയറക്റ്റഡ് ഗ്രാഫ് ഓർ ഡയഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫിന് ഡയറക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നു. എ ഡയറക്റ്റഡ് ഗ്രാഫ് ഓർ ഡയഗ്രാഫ് അതും ഒരു വെർട്ടെക്സ് സെറ്റും എഡ്ജസിലുമാണ്. കൺസിസ്റ്റ് ഓഫ് നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെർട്ടീസസ് സി ആൻഡ് സെറ്റ് ഓഫ് ഡയറക്റ്റഡ് എഡ്ജസ് ഓർ ആർക്സ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ എഡ്ജസിന് ഡയറക്ഷൻ വരുന്നത് നമ്മൾ ആർക്ക് എന്ന് വിളിക്കേണ്ടത്. Each directed edge is associated with an ordered pair of vertices. The directed edge is associated with the ordered pair UV. It started at U and ended at V. ഇപ്പം ഞാൻ ജസ്റ്റ് നമുക്കിപ്പം ഒരു ചെറിയ ഗ്രാഫ് കാണിക്കാം. ഇതാണ് യു വി ഡബ്ല്യു, ഇത് നമ്മുടെ സാധാ ഗ്രാഫല്ലേ. ഞാൻ ഡയറക്ഷൻ കൊടുത്തു, ഇതിങ്ങനെ. ഇനിയിപ്പോൾ നമ്മുടെ ഒരു എഡ്ജ് എടുക്കുവാണേ. യു വി എന്നുള്ള ഒരു എഡ്ജ് എടുത്താൽ യു ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. സ്റ്റാർട്ടിങ് യുവിലാണ്. വി അപ്പം എന്താവും, എൻഡിങ് പോയിന്റ് ആയിരിക്കും. ഈ രീതിയിലുള്ള ഗ്രാഫിനാണ് നമ്മൾ ഡയഗ്രാഫ് ഓർ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. Then the next one, when a directed graph has no loops and has no multiple edges, it is called a simple ഡയറക്റ്റഡ് ഗ്രാഫ്. നമ്മൾ പ്രീവിയസ്ലി കണ്ട പോലെ തന്നെ എന്താ, മൾട്ടിപ്പിൾ എഡ്ജസും ഇല്ല, അതുപോലെ ലൂപ്സും ഇല്ല. അതാണ് സിമ്പിൾ ഡയറക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ ബി സി ഡി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഡയറക്ഷൻസ് ഉണ്ട്, പക്ഷെ എന്താ, മൾട്ടിപ്പിൾ എഡ്ജസ് ഇല്ല, ലൂപ്സും ഇല്ല. ഇതാണ് സിമ്പിൾ ഡയറക്റ്റഡ് ഗ്രാഫ്. ദെൻ ദ നെക്സ്റ്റ് വൺ, ഡയറക്റ്റഡ് മൾട്ടിഗ്രാഫ്. ഡയറക്റ്റഡ് മൾട്ടിഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയറക്റ്റഡ് ഗ്രാഫിനകത്ത് മൾട്ടിപ്പിൾ എഡ്ജസ് ഉണ്ടാവും. ഡയറക്റ്റഡ് ഗ്രാഫ് ദാറ്റ് മേ ഹാവ് മൾട്ടിപ്പിൾ എഡ്ജസ് ഫ്രം എ വെർട്ടെക്സ് ടു എ സെക്കൻഡ് വെർട്ടെക്സ്. ഇത് ലൂപ്പുകൾ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതാണ് പോസിബിൾ ഇത് സെയിം എന്നും കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന കേസിനകത്ത് നമുക്ക് യു വി എന്നുള്ള 2 ഡയറക്റ്റഡ് സെക്ഷൻസ് കിട്ടും. അത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതൊരു ഗ്രാഫായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഡയറക്ഷൻസ് കൊടുത്തേ. ദെൻ ഇവിടെ ഇങ്ങോട്ടൊരു എഡ്ജ് ഉണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതിപ്പോൾ എന്തായി, ഒരു ഡയറക്റ്റഡ് മൾട്ടിഗ്രാഫ്. എനിക്ക് സെയിം എൻഡ് വെർട്ടെക്സ് ആണ്. ഇതിൻ്റെ V1 V2 V3 V4 ആൻഡ് V5 എടുക്കുകയാണെങ്കിൽ V1 V2വിൽ നിന്ന് ഒരു എഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ V2 V1ലേക്കും എഡ്ജ് ഉണ്ട്. ഇതാണ് ഡയറക്റ്റഡ് മൾട്ടിഗ്രാഫ്.